മനോഹരമായ ഈ മധ്യാഹ്ന സമയത്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന സ്റ്റീഫൻ പാസ്റ്റർ അവറുകൾ, ദിവസങ്ങളിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ, വേദമുന്നവനാകുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവും വന്ദനവും പറയുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കാൻ ലഭിച്ച അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എന്നെ മുഖാന്തരമായി തീർന്ന നിങ്ങളോടെല്ലാവരോടും താളിദാസനോടും അറിയിക്കുക ദൈവത്തിൻ്റെ സ്തോത്രം. ഇന്ന് എൻ്റെ ഹൃദയത്തോടെ ദൈവം ഇടപെട്ടതായ ഒരു വേദഭാഗം വായിച്ചിട്ട് ചില കാര്യങ്ങളിൽ അതിൽ കൂടെ ദൈവം എന്നോട് ഇടപെട്ടത് ഓർപ്പിച്ചിട്ടിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. Gospel of Luke chapter 7 verse 1 to 10. ജനം കേൾക്കെ തന്റെ വചനമൊക്കെ പറഞ്ഞു തീർന്ന ശേഷം അവൻ കവർന്നഹൂമിൽ ചെന്നു. അവിടെ ഒരു ശതാധിപന് പ്രിയനായ ദാസൻ ദീനം പിടിച്ച് വലിപ്പവരായിരുന്നു. അവൻ യേശുവിന്റെ വസ്തുത കേട്ടിട്ട് അവൻ വന്നു തന്റെ ദാസനെ രക്ഷിക്കേണ്ടതിന് അവനോട് അപേക്ഷിപ്പാൻ യഹൂദന്മാരുടെ മൂപ്പന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. അവർ യേശുവിന്റെ അടുക്കൽ വന്ന് അവനോട് താല്പര്യമായി അപേക്ഷിച്ചു, നീ അത് ചെയ്ത് കൊടുപ്പാൻ അവൻ യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു പള്ളിയും തീർപ്പിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവരോടുകൂടെ പോയി വീട്ടിനോട് അടുപ്പാറായപ്പോ ശതാധിപൻ സ്നേഹിതന്മാരെ അവന്റെ അടുക്കൽ അയച്ചു. കർത്താവേ, പ്രയാസപ്പെടേണ്ട, നീ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ പോരാത്തവൻ, അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഒരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ബാല്യക്കാരനും സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ട മനുഷ്യൻ, എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുവനോട് പോക എന്ന് പറഞ്ഞാൽ അവൻ പോകുന്നു, മറ്റൊരുവനോട് വരിക എന്ന് പറഞ്ഞാൽ അവൻ വരുന്നു. എന്റെ ദാസനോട് ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവൻ ചെയ്യുന്നു എന്ന് പറയിച്ചു. യേശു അത് കേട്ടിട്ട് അവങ്കൽ ആശ്ചര്യപ്പെട്ടു തിരിഞ്ഞു നോക്കി അനുഗമിക്കുന്ന കൂട്ടത്തോട്, ഇസ്രായേലിൽ കൂടി ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവർ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. വായിച്ചു കേട്ട വേദഭാഗം എല്ലാവരും ശ്രദ്ധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു പഴയ പാട്ടിൻ്റെ ഒന്ന് രണ്ട് ചരണങ്ങൾ പാടിയിട്ട് ദൈവവചന ശുശ്രൂഷയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നമ്മുടെ മണക്കാല ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യമായിട്ട് പാട്ട് പാടാനായിട്ട് ഈ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഈ സ്പിരിച്വൽ എംഫസിസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. അവിടെ ഒരാൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ വചനം സംസാരിക്കും, ഒരാൾ പാട്ട് പാടും, ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടാകും. അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ട് പാടിയതായ പാട്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ. അത് ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഇങ്ങനെ തന്നെ പോകുമ്പോഴൊക്കെ പാടിക്കൊണ്ട് നടക്കും. ആ പാട്ടിൻ്റെ ഒന്നാണ് ചടങ്ങിൽ പാടാം. സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മരമേ, ദൈവ സ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി മരമേ, സ്നേഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു കാൽവരി മരമേ, ദൈവ സ്നേഹത്തിൻ്റെ നിറം ഞാൻ കണ്ടു കാൽവരി
വായിച്ചതായ വേദഭാഗത്ത് എൻ്റെ ആരംഭത്തിൽ തുടങ്ങുന്നത് ജനം കേൾക്കെ തൻ്റെ വചനമൊക്കെയും പറഞ്ഞു തീർന്ന ശേഷം അവൻ കഫർന്നഹൂമിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിൽ അവിടെ ശതാധിപന്റെ പ്രിയനായ ഒരു ദാസൻ ദീനം പിടിച്ച് മരിപ്പാറായിരിക്കും. ഇന്ന് ഈ ശതാധിപന്റെ ചില ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആ ഗുണത്തിനെ അടിസ്ഥാനമാക്കി തൻ്റെ വിഷയത്തിന് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് ഓർപ്പിക്കുവാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. സ്തോത്രം. ഒരു ശതാധിപൻ എന്ന് പറഞ്ഞാൽ 100 പേർക്ക് അധിപൻ, അതായത് 100 പട്ടാളക്കാർക്ക് നേതാവായി മേധാവിയായി ആ ഒരു ഗ്രൂപ്പിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള ആളുകൾക്ക് പട്ടാളത്തിൽ മിലിറ്ററിയിൽ അതിന് പ്രത്യേക സ്ഥാനപ്പേരുണ്ട്. അവരുടെ സ്ഥാനങ്ങൾക്കനുസരിച്ച് ഓരോ പേരുകളാണ്. അതൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല, ആ ഭാഗം നമ്മുടെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ടല്ലാത്തതുകൊണ്ട്. അപ്പൊ ഇദ്ദേഹം സാധാരണക്കാരനായ ഒരു വ്യക്തിയല്ല. ഒരു കൂട്ടം പട്ടാളക്കാരെ വഹിച്ചുകൊണ്ട് അവർ ചെയ്യേണ്ടതായ ഡ്യൂട്ടി എന്തൊക്കെയെന്ന് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുവാൻ, രാജ്യത്തിന് വേണ്ടി ചെയ്യിക്കുവാൻ തക്കവണ്ണം, അഥവാ റോമൻ ഗവൺമെന്റിന്റെ കീഴിൽ ആയിരിക്കുന്നതായ ഈ പട്ടാളക്കാരൻ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനല്ല. അങ്ങനെയെങ്കിൽ തനിക്കൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഏത് സമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു ചെന്നാലും റോമൻ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ നടുവിൽ ഇദ്ദേഹം കടന്നു ചെന്നാൽ ഇദ്ദേഹത്തിന് ഒരു മാന്യതയുണ്ട്, ഇദ്ദേഹത്തിനൊരു സ്ഥാനമുണ്ട്. അപ്പൊ ആ നിലയിൽ എല്ലാവരും മാനിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ വീട്ടിലെ തൻ്റെ പ്രിയനായ ദാസൻ ദീനം പിടിച്ചു മരിപ്പാറായിരിക്കുകയാണ്. സ്തോത്രം. അന്നത്തെ ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടിമകളായിട്ട്, പഴയ നിയമകാലം മുതലേ ഉണ്ട് ഈ അടിമക്കച്ചവടവും. അടിമകളായിട്ട് ഓരോരുത്തരെ വീട്ടിലെ വേലക്കായി കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയും. എന്നാൽ ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം തന്റെ ദാസനെ വളരെ കരുണാമയനായി വളരെ താല്പര്യത്തോടുകൂടെ പരിചരിച്ച് തന്നെ മുന്നോട്ട് കൊണ്ടുവരുന്നതായ, തന്നെ പരിചരിച്ച് തനിക്ക് വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്ത് അന്ന് നിലവിലിരിക്കുന്നതായ അടിമത്വ ശുശ്രൂഷകൾ പ്രകാരമല്ലാത്ത നിലയിൽ വളരെ മാന്യമായി തന്നെ സ്നേഹിച്ച് തന്റെ ഭവനത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ കണ്ട് കരുതി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു ദാസനായിട്ട് നമുക്ക് ഈ ശതാധിപനെ കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ സ്തോത്രം. അപ്പൊ ഒന്നാമതായി തന്റെ ജീവിതത്തിൽ ഏറ്റവും ഒന്നാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് ഒരു ശതാധിപനാണെന്നുള്ളതായ യാതൊരു വിധ പവറോ ഗമയോ ഒന്നും ഈ മനുഷ്യനില്ല. അങ്ങനെ ഉണ്ടെന്നുവരികിൽ ഈ ദാസനെ ആ നിലയിൽ പരിചരിക്കേണ്ടതായ കാര്യമൊന്നുമില്ല. ദൈവത്തിന്റെ സ്തോത്രം. നമുക്ക് ഇന്നേ ലോകത്തിൽ പല വിധത്തിലുള്ള ആളുകളെ കാണുവാൻ തക്കോണം കഴിയുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും അല്പം സാമ്പത്തികമായ നിലപാടുണ്ടെന്ന് വരികിൽ അവരുടേതായ ഭാവവും പോക്കും കണ്ടു കഴിഞ്ഞാൽ അവരെയൊക്കെ വലിയ വലിയ ലോകത്തിൽ ഇല്ലെന്നുള്ളതായ രീതിയിലാണ് ഭാവവും പോക്കൊക്കെ. അതായത് അവരുടെ കൈവെള്ളയിലാണ് ഈ ഭൂമി ഇങ്ങനെ ഉള്ളുന്ന ചിലരുടെയൊക്കെ വിചാരം. അങ്ങനെയുള്ളതായ ആളുകളെ നമ്മൾ ലോകത്തിൽ കണ്ടിട്ടുണ്ട്. എന്നാൽ ഈ ശതാധിപനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അങ്ങനെയുള്ളതായ ഒരു വ്യക്തിയല്ല. ഒന്നാമത് താൻ ഒരു സാധാരണക്കാരനായ വ്യക്തിയായിരുന്നു, ഒരു ശതാധിപനായിരിക്കുമ്പോൾ തന്നെ. രണ്ടാമത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ സ്വഭാവത്തെ കുറിച്ചാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഈ അടിമകളെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിച്ച് അവരെ ചവിട്ടിക്കളയുവാനുള്ള അധികാരം ഈ ശതാധിപനോട് ആരും തന്നോട് ചോദിക്കത്തില്ല. സ്തോത്രം. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ തന്റെ ഭവനത്തിലായിരിക്കുന്നതായ ഇദ്ദേഹത്തെ പൂർണ്ണമായി തന്റെ ഭവനത്തിലെ ഒരാളിനെ പോലെ സൂക്ഷിക്കുവാനും പരിചരിക്കുവാനും താൻ മുൻനിരയിൽ നിന്ന ഒരു വ്യക്തിയായിട്ട് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അത് മാത്രമല്ല, അത് നമുക്ക് പിന്നീട് തന്റെ ദാസന്മാരെ കർത്താവിന്റെ അടുക്കലേക്ക് അയക്കുകയാണ്. അവർ എന്ന് ഇദ്ദേഹത്തെ കുറിച്ച് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവനോട് താല്പര്യമായി അപേക്ഷിക്കുകയാണ്. ആരോട്? യേശുവിനോട്. ആരെക്കുറിച്ച്? ഈ ശതാധിപനെ കുറിച്ച്. 4 വാക്യങ്ങൾ വായിക്കുമ്പോൾ നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ യോഗ്യൻ. He is completely qualified to. അല്ലെങ്കിൽ നീ അത് ചെയ്തു കൊടുക്കാൻ അവൻ അതിന് യോഗ്യതയുള്ള വ്യക്തിയാണ്. എന്താണ് തന്റെ യോഗ്യത ഇവിടെ പറയുന്നത്? അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു. എന്താണ് അങ്ങനെ പറയാൻ തക്കോണം കാരണം? റോമൻ ഗവൺമെന്റിന്റെ കീഴിലായിരിക്കുന്ന ഈ പടയാളി യഹൂദന്മാരായിട്ടുള്ള തന്റെ ശത്രുക്കളായിട്ടുള്ളവരെ സ്നേഹിക്കണമെന്ന് വരികയും തനിക്ക് അങ്ങനെയുള്ള ഒരു സ്വഭാവ ഗുണമുള്ളതായ ഒരു ശതാധിപനായിരുന്നു. കാരണം ശത്രുക്കളെ പോലെ കണ്ടിരുന്ന റോമൻ ഗവൺമെന്റിലുള്ള
പടയാളികൾ അല്ലെ പടയാളികൾക്ക് കീഴിലുള്ള നേതാക്കന്മാർക്ക് ഈ യഹൂദന്മാരെ ഏതെങ്കിലും നിലയിൽ ഉപദ്രവിച്ചാലും ആരും ചോദിക്കുന്നില്ല. അങ്ങനെയുള്ള അധികാരമുള്ളവരാണ് അവര്. റോമൻ ഗവൺമെന്റിന്റെ ഗവർണർമാരായിരിക്കുന്ന പീലാത്തോസും അങ്ങനെയുള്ള ആളുകൾ അധികാരമുള്ളവരായിരിക്കുന്ന അവരുടെ കീഴിലെ ജോലിക്കാരാണ് ഈ ശതാധിപരൊക്കെ. എന്ന് പറഞ്ഞാൽ ഏത് അധികാരവും അവർക്ക് ഉപയോഗിക്കാൻ തക്കമുള്ള എല്ലാ സ്വാതന്ത്ര്യമുള്ളപ്പോൾ തന്നെ ഈ മനുഷ്യൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നില്ല. അതിലെല്ലാം ഉപരിയായി അതിന് എഗൻസ്റ്റായി ഓപ്പോസിറ്റ് ആയിട്ട് ഈ യഹൂദന്മാരെ സ്നേഹിക്കുന്ന വ്യക്തിയായിരുന്നു ഈ ശതാധിപൻ. ദൈവത്തിന് സ്തോത്രം. മാത്രമാണോ, ഞങ്ങൾക്കൊരു പള്ളിയെ തീർപ്പിച്ച് തന്നിരിക്കുന്നു. ഒരാൾക്ക് ഈ ശതാധിപൻ എന്ത് ചെയ്തിരിക്കുകയാണ്? തനിക്കുണ്ടായിരുന്നായ ആ കാര്യങ്ങളും തനിക്കുണ്ടായിരുന്നായ പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് യഹൂദന്മാർക്ക് ഒരു പള്ളി, ഒരു സിനഗോഗ് കൂടെ അവർക്ക് പണിത് കൊടുത്തിരിക്കുകയാണ്. സ്തോത്രം. നോക്കൂ, അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ, അതായത് വളരെ ഭക്തനായ ഒരു മനുഷ്യനായിരുന്നു നമുക്ക് കാണുവാൻ കഴിയും. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഈ മൂന്നാമത്തെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം വളരെ റിലീജിയസ് ആയ ഒരു വ്യക്തിയായിരുന്നു. ആമേൻ. ഇങ്ങനെ തനിക്കുള്ളതായ സ്ഥാനങ്ങൾ, മാനങ്ങൾ, തന്നെ സ്റ്റാറൊക്കെ വെച്ചിട്ട് ഇങ്ങനെ വളരെ പ്രൗഢിയോടുകൂടെ നടക്കുവാൻ കഴിയുന്നതായ ഈ വ്യക്തി യഹൂദന്മാരെ സ്നേഹിക്കുകയും അവരോടുകൂടെ ചേർന്ന് അവർ ദൈവത്തെ ആരാധിക്കുന്നവരെന്ന് കണ്ടിട്ട് അവർക്ക് വേണ്ടി അവരുടെ ഇല്ലായ്മകളെ കണ്ട് അവരുടെ അടുത്ത് തന്നെ അവർക്ക് നല്ലൊരു സിനഗോഗും പണിത് കൊടുക്കുവാൻ തക്കവണ്ണം ഈ മനുഷ്യൻ തന്റെ സ്ഥാനത്തെ ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇന്ന് പലരും ഏതെങ്കിലും സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നെ തൻ്റെ സുഹൃത്തുക്കളെയും മറ്റുള്ളവരെയും ഒക്കെ മറന്നു പോകുന്ന ആളുകളാണ് കാണുവാൻ. ഇങ്ങോട്ട് കയറി വരുമ്പോൾ നാട്ടിൽ നിന്ന് ഗൾഫിലേക്കൊക്കെ പോകുന്ന സന്ദർഭത്തിൽ ഒരു 80, 87, 85 കാലങ്ങളൊക്കെ അന്നൊക്കെ ഗൾഫിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നാട്ടിലൊക്കെ വളരെ ഒരു പ്രത്യേകമായ ഒരു സ്ഥാനമായിട്ട് നമ്മൾ കാണുമായിരുന്നു. അന്ന് ആളുകൾ ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ നല്ല ഇവിടെ അടിച്ചാൽ അജുബാലിലൊക്കെയും നടക്കത്തൊക്കെ നീളമുള്ള സ്പ്രേയൊക്കെ അടിച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വരച്ച് കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ ആ ഒരു ഗണ്യ പൗരമൊക്കെ കാണും. അത് തിരിച്ചു പോരുമ്പോൾ നമ്മൾ പറയാണ്ട് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർക്കതേനെ സഹോദരാന്നൊക്കെ പറയുമ്പോൾ ഓ ശരി, നമ്മൾ ചെന്ന ഉടനെ ഞാൻ നിന്റെ പേര് വിസ അയച്ചു എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ വന്നു കഴിയുമ്പോൾ പിന്നെ ആള് പോയടുത്ത് പണ്ടാണ്ട് നാട്ടിൽ പറഞ്ഞ പോലെ ആടുമില്ല, ആട് കിടന്നിട്ടൊരു ഇല്ലെന്ന് പറയുന്നത് പോലെ ആളുടെ ഒരു അനക്കവും നമുക്ക് കേൾക്കാൻ കഴിയില്ല. എന്നാൽ ഈ മനുഷ്യൻ അങ്ങനെയല്ല. യഹൂദന്മാരെ സ്നേഹിക്കുകയും അവർക്കൊരു പള്ളിയും തീർത്തു കൊടുത്തതായിട്ട് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. അത് മാത്രമല്ല, ഇദ്ദേഹം ഒരു വളരെ താഴ്മയുള്ള, വളരെ വിനയമുള്ളതായ ഒരു മനുഷ്യനായിരുന്നു. നോക്കി, നീ അത് ചെയ്തു കൊടുക്കാനും യോഗ്യൻ. അവൻ നമ്മുടെ ജനത്തെ സ്നേഹിക്കുന്നു, ഞങ്ങൾക്കൊരു പള്ളിയും തീർപ്പിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോടുകൂടെ പോയി. അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞു കേട്ടപ്പോൾ പിന്നെ യേശുവിനോട് അടങ്ങിയിരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ യേശു പോകും, അത് പറയാൻ വിഷയം. പക്ഷെ ഈ ചെന്നവർ ഇദ്ദേഹത്തെ കുറിച്ച് നല്ല സർട്ടിഫിക്കറ്റുകൾ യേശു ക്രിസ്തുവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ സ്വഭാവ ഗുണങ്ങൾ. യേശു അവരോട് പോയി. വീടിനോട് അടുക്കാറായപ്പോൾ ശതാധിപൻ സ്നേഹിതന്മാരെ വീണ്ടും അവന്റെ അടുക്കിലേക്ക് അയച്ചു. വീടിനോട് അടുക്കാറായപ്പോൾ അവൻ വീണ്ടും തന്റെ സ്നേഹിതന്മാരെ യേശുവിന്റെ അടുക്കിലേക്ക് അയച്ചു. എന്താ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കൂ. ദൈവത്തിന്റെ സ്തോത്രം. പ്രയാസപ്പെടേണ്ട. എന്തോ പ്രയാസപ്പെടേണ്ട. അങ്ങ് ഞങ്ങളുടെ വീട്ടിൽ വരെ നടന്ന്, അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് നടന്നു തന്നെയാണ് പോകുന്നത് നമുക്ക് വിചാരിക്കാം. സ്തോത്രം. പ്രയാസപ്പെടേണ്ട. നീ എന്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ വരാത്തവൻ. ഇന്നത്തെ പട്ടാളക്കാരാണെങ്കിലും പറയുന്നത്. ഒരു സാധാരണ ഒരു പട്ടാളക്കാരനാണെന്ന് പറഞ്ഞാലും അദ്ദേഹത്തിന് നാട്ടിൽ വലിയ മാന്യതയുള്ള പട്ടുള്ള ബഹുമാനിക്കും. എന്നാൽ ഈ ശതാധിപൻ അത്ര ഹൃദയത്തിൽ വിനയമുള്ളവനായിട്ടല്ലേ അങ്ങനെ ഒരു വാക്ക് തന്റെ സ്നേഹിതന്മാരോട് പറയുവാൻ വേണ്ടിയായി തീർന്നത്. ദൈവത്തിന്റെ സ്തോത്രം. ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. അങ്ങ് ഇവിടെ നിന്ന് അവിടെ വരെ നടന്നു വരേണ്ടതായ ആവശ്യമില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് ഇത്രത്തോളം അനേകരെ സൗഖ്യമാക്കുന്നു, അനേകരെ തന്നെ ബഹുമാനിക്കുന്നു, അങ്ങനെ അനേകർക്ക് ഗുരുവായി തീർന്നിരിക്കുന്നതായ അങ്ങ് ഒരിക്കലും തന്നെ എന്നെക്കാട്ടിൽ അങ്ങ് ബഹുമാനിപ്പാൻ യോഗ്യനെന്ന് ഞാൻ കാണുന്നത് കൊണ്ട് ഒരിക്കലും എന്റെ ഭവനത്തിലേക്ക് വരുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹിതന്മാരെ പറഞ്ഞു വിടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നിന്റെ അടുക്കൽ വരുവാൻ ഞാൻ യോഗ്യൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, എന്റെ ബാല്യക്കാരനെ നോക്കിയോ. താൻ തന്നെ 100 പേർക്ക് അധിപനായിരിക്കുന്ന ഈ പട്ടാള ഓഫീസർ തന്നെ താഴ്ത്തി കർത്താവിനോട് പറയാണ്, ഒരൊറ്റ വാക്ക് മാത്രം പറഞ്ഞാൽ മതി. അതിന് കാരണമായിട്ട് ഒരു ഉദാഹരണമായിട്ട് താൻ പറയുന്നത് എന്താണ്? ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടിട്ടുള്ളവനാണ്.
ഞാൻ എൻ്റെ നൂറിലുള്ള ആരോടെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അവർ അതുപോലെ ചെയ്യും. ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ അവർ വരും, ഇങ്ങോട്ട് പോകാൻ പറഞ്ഞാൽ അവർ പോകും. സ്തോത്രം. അങ്ങനെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഹല്ലേലൂയ എന്റെ കീഴിലുള്ള പടയാളികൾ തയ്യാറാണെന്ന് വരികയും നീ അവിടെ നിന്നുകൊണ്ട് ഒരൊറ്റ വാക്ക് കേൾപ്പിച്ചാൽ മതി. കാരണം നീ അധികാരത്തിന്റെ കീഴിലുള്ള ശക്തിയുള്ളവനായ അനേക രോഗികളെയും സൗഖ്യമാക്കിയിട്ടുള്ള ഒരു വ്യക്തിയെ നീ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നീ എന്റെ ഭവനത്തിലേക്ക് വരേണ്ടതായ ആവശ്യമില്ല. അവിടെ നിന്നുകൊണ്ട് നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി, എന്റെ ബാല്യക്കാരനെ സൗഖ്യപ്പെടും. സ്തോത്രം. അങ്ങനെ ഹല്ലേലൂയ അദ്ദേഹം യേശു ഇത് കേട്ടിട്ട്, അദ്ദേഹത്തിന്റെ വാക്കിനെ കേട്ടിട്ട് എന്തോ നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശു തിരിഞ്ഞു നോക്കി. ഈ മനുഷ്യന്റെ ഭവനത്തിന്റെ അടുക്കലേക്ക് യേശു തിരിഞ്ഞു നോക്കി. എന്നിട്ട് പറയാണ്, എന്താ പറയുന്നത്, ഇസ്രായേലിൽ കൂടെ ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. യേശുവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ട്. ഹല്ലേലൂയ. ഇതിനു മുമ്പ് ആമേൻ വചനം കേട്ടുകൊണ്ടിരുന്ന വചനമെല്ലാം പറഞ്ഞ ശേഷം യേശുവിന്റെ പറയുന്ന ആളുകൾ മാറിയില്ല. അവരുടെ കൂടെ അനേക ജനങ്ങളുണ്ട്. അവരോട് തിരിഞ്ഞു പറയുകയാണ്, നോക്കൂ, ഈ ജാതികളായിട്ടുള്ള അല്ലെങ്കിൽ ജനങ്ങളായിട്ടുള്ള ശതാധിപൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഒരുത്തരിൽ പോലും ഞാൻ ഇങ്ങനെ ഒരു വിശ്വാസം കണ്ടിട്ടില്ല. ദൈവത്തിന്റെ സ്തോത്രം. അവന്റെ വാക്കിന്റെ ഹല്ലേലൂയ ആ വെളിച്ചത്തിൽ അവനിലുള്ള വിശ്വാസം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയുന്നു. ദൈവത്തിന്റെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ശതാധിപൻ പറഞ്ഞയച്ചിരുന്നവൻ വീട്ടിൽ മടങ്ങി വന്നപ്പോൾ ദാസനെ സൗഖ്യത്തോടെ കണ്ടു. ശതാധിപൻ മടങ്ങി വീട്ടിലേക്ക് വന്നു. കർത്താവ് പറഞ്ഞതുപോലെ ആമേൻ, എന്താണ് ഇങ്ങനെയുള്ള വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല, ഞാൻ നിങ്ങളോട് പറയുന്നു ഹല്ലേലൂയ എന്ന് പറഞ്ഞു. വേറെ ഒന്നും കർത്താവ് പറഞ്ഞാൽ നമുക്കവിടെ വായിപ്പാൻ കഴിയുന്നില്ല. ഇവന്റെ വിശ്വാസത്തിന്റെ ആ ആഴത്തെ കുറിച്ച്, വിശ്വാസത്തിലുള്ളതായ ഉറപ്പിനെ കുറിച്ച്, യേശുവിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടിനെ കുറിച്ച്, തന്റെ ഹൃദയത്തിലുള്ളതായ ആ ഒരു വിശ്വാസത്തിന്റെ ഉറപ്പിൽ ആ വാക്ക് ഹല്ലേലൂയ കർത്താവ് ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ഹല്ലേലൂയ പവർ, കർത്താവ് പറഞ്ഞതായ വാക്കിന്റെ ശക്തി ഹല്ലേലൂയ അവരുടെ ഭവനത്തിൽ ഹല്ലേലൂയ മരിപ്പാറായി കിടക്കുന്നതായ ആ ദാസന്റെ മേലോട്ട് കടന്നു നിന്നിട്ട് അവന്റെ ദീനത്തെ പൂർണ്ണമായി ഹല്ലേലൂയ വിടുവിക്കുന്നതായ രംഗമാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോൽക്കാലം പ്രിയ ദൈവമേ, ഈ വേദനാത്തോട് ഞാൻ നിങ്ങളോട് പറയുവാനുള്ളത്, അതിലെ പലതും നമുക്ക് വേണ്ടി ചെയ്തു തരണമേ കർത്താവേ എന്ന് നമ്മൾ ആത്മാർത്ഥമായി നാളുകളായി നമ്മൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഏതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ആ മറുപടി കർത്താവ് തന്നു തരേണ്ടതെന്നാണ് ഈ വചനത്തിലൂടെ ഇന്ന് വെക്കാതെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ടുള്ളത്. പ്രൈസ് ദി ലോർഡ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് പലരെയും സഹായിക്കാനുള്ളതായ അല്ലെങ്കിൽ നമുക്ക് സാമ്പത്തികമായ ബലം നമ്മുടെ കരങ്ങളിൽ, നമ്മുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ അതിൽ ഉണ്ടെങ്കിൽ ആ നിലയിൽ നമുക്ക് ആരെങ്കിലും സഹായിക്കാൻ കഴിയുന്നുണ്ടോ? നമുക്ക് സ്വയം നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി കൊടുക്കുവാൻ അല്ലെങ്കിൽ എവിടെയെങ്കിലും കഴിയുന്നുണ്ടോ? ചിലർക്ക് ഒരു കൂട്ടം ജനങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ പാടത്തുള്ളൂ. 4 പേരുള്ളിടത്ത് ചിലർ പാടത്തില്ല. അതെന്താണ് കാണിക്കുന്നത്? അവരുടെ മനസ്സിലുള്ളതായ അഹംഭാവത്തെയല്ലേ കാണിക്കുന്നത്. കാലം പ്രിയ ദൈവജനമേ, ഈ സ്വഭാവ ഗുണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ മാത്രമല്ല അവസാനമായി നീ ഒരു വാക്ക് മാത്രം പറഞ്ഞാൽ മതി, ഞാനും വല്ലതും പറഞ്ഞ കേൾക്കുന്നവർ എന്റെ കൂടെ ഉണ്ട്. ആ അധികാരത്തിന്റെ പവർ നിന്നുകൊണ്ട് നീ അധികാരം ഉപയോഗിച്ച് പറഞ്ഞാൽ മതി, എന്റെ ആമേ കർത്താവേ എന്ന് ഹല്ലേലൂയ തൻ വിശ്വാസത്തോടുകൂടെ പറഞ്ഞ ആ വാക്കിന്റെ പുറത്ത് തന്റെ ഹല്ലേലൂയ മരിപ്പാറായി കിടക്കുന്ന ദാസൻ വിടുവിക്കപ്പെട്ടവനായി കാണുവാൻ കഴിയും. ഇന്ന് വർക്കാലം പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ നമ്മൾ കൈകൊട്ടി വീർഘനേരം പ്രാർത്ഥിക്കാറുണ്ട്. എന്തിനു വേണ്ടി? അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വേണ്ടി, നമ്മുടെ ഭവനത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി, പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കുന്നവരിൽ ഇതുപോലെയുള്ള അടിസ്ഥാനപരമായ ചില യോഗ്യതകൾ നമുക്കുണ്ടായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ആ യോഗ്യത ഉള്ളവർക്ക് മാത്രമേ ഈ മറുപടി കരസ്ഥമാക്കുവാൻ തക്കവണ്ണമുള്ള അവകാശമുള്ളൂ എന്ന് നമ്മൾ ഈ വേദഭാഗത്തൂടെ ഇന്ന് വെക്കാൻ നമുക്ക് ചിന്തിക്കണം. ഞാനൊരു ദേവദാസങ്ങളുടെ ഞാൻ നാട്ടിലിങ്ങനെ എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കൽ ഒരു സഹോദരൻ ദേവദാസൻ അദ്ദേഹത്തെ തേടി വന്നതാണ്. കരഞ്ഞുകൊണ്ട് വരുന്നേ, ഓടി വരികയാണ്. അദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വേറൊരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഇദ്ദേഹം ഓടി വരികയാണ്. എന്നപ്പോൾ പറയുന്നത്, ദേവദാസനെ, ഞങ്ങളുടെ
സഹോദരനെ കാണുന്നില്ല. അവൻ ഇച്ചിരി മെൻ്റലി ട്രബിളുള്ള ഒരാളാണ്. നിങ്ങളുടെ സഹോദരനെ കാണുന്നില്ല. അവൻ രാവിലെ വീട്ടിൽ പോയാൽ വൈകാരായ സമയത്താണ് വരുന്നത്. ഇദ്ദേഹം വരുന്നത് ഭാഷ അന്വേഷിച്ചു. അപ്പോൾ നമ്മൾ ചോദിച്ചു, നിങ്ങളോട് എന്നെ അന്വേഷിച്ചു? ഞങ്ങൾ പലയിടത്തും, ഞങ്ങൾ ഇവൻ പോകാനുള്ള സാധ്യതയുള്ള എല്ലാ സ്ഥലത്തും ഞങ്ങൾ അന്വേഷിച്ചു. ഈ കുടുംബം വളരെ ഭക്തിയോടെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ്. കർത്താവിൻ്റെ ദാസന്മാർ കടന്നു ചെന്നാൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കാൻ അവസരം കൊടുക്കുകയും പ്രാർത്ഥിച്ചിട്ട് അവരുടെ ഭവനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സാമ്പത്തികമായിട്ടായാലും ആമേൻ വയറിനുള്ള കാര്യമായാലും, ദൈവദാസന്മാരെ വെറുതെ വിടുന്ന സ്വഭാവം ആ കുടുംബത്തിനില്ല. അങ്ങനെ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു കുടുംബമാണ്. അങ്ങനെ അവിടെയുള്ള ഒരു പൈതലിനെയാണ് കാണാതെ പോയിരിക്കുന്നത്. ഞാനിങ്ങനെ ഹൃദയത്തെ പ്രാർത്ഥിച്ച്, കർത്താവ് ഈ കുടുംബത്തിനു വേണ്ടി ദൈവം അത്ഭുതം പ്രവർത്തിക്കണമേ. ദൈവാത്മാവിനോട് പറഞ്ഞു, നീ ഭാരതോടമാരെ നീ വീട്ടിൽ ചെല്ലുമ്പോൾ ആളവിടെ കാണുന്നു. ദൈവാത്മാവ് പറഞ്ഞതായ ആലോചന ഞാൻ ഭാഷയോട് പറഞ്ഞു. ഭാഷ ഇങ്ങനെ ദൈവാത്മാവോട് പറഞ്ഞു, അങ്ങനെയെങ്കിൽ ധൈര്യത്തോടെ നമുക്ക് ഈ വന്നിരിക്കുന്ന സഹോദരനോട് പറയാം. അവിടെ നിന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ആലോചന അവനോട് പറഞ്ഞു, നീ ധൈര്യത്തോടെ വെക്കൂ. അവൻ്റെ മറുപടി അവിടെ കിട്ടിയിരിക്കുകയാണ്. അവൻ വീട്ടിൽ ചെല്ലുമ്പോൾ തൻ്റെ സഹോദരനെ അവിടെ കാണുന്നു. കേൾക്കണമോ പ്രിയപ്പെട്ടവരെ? ഇവൻ സന്തോഷത്തോടെ, ഇവൻ്റെ സങ്കടമെല്ലാം മാറി, വേദനകളെല്ലാം മാറി സന്തോഷത്തോടെ വീട്ടിൽ ചെന്നപ്പോൾ ഈ സഹോദരൻ ആ വീട്ടിലിട്ടുണ്ട്, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിന്റെ സാരം കാലം ഹല്ലേലൂയ ഇങ്ങനെ ദൈവത്തിന് വേണ്ടി ദൈവ ആലോചന അറിയിക്കുവാൻ തക്ക മീഡിയയായി തീർന്നതിന്റെ രഹസ്യം എന്ന് പറയുന്നത് ആ കുടുംബത്തെ കർത്താവ് സ്നേഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ആ കുടുംബം ഹല്ലേലൂയ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ആ പ്രവൃത്തികളെ ഹല്ലേലൂയ മാനിച്ചുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ആലോചന ഞങ്ങളിൽ കൂടെ ആ സഹോദരനോട് അറിയിച്ച് ഭവനത്തിലേക്ക് അറിയിക്കുവാൻ ഇടയായിത്തീർന്നത്. ഇന്നത്തെ കാലം ദൈവജനമേ, നമ്മൾക്ക് ഈ ശതാധിപനെ പോലെ നല്ലൊരു സ്വഭാവമുള്ള ആളായി തീരാം. ഹല്ലേലൂയ. ദൈവം നമ്മളെ പല സ്ഥാനത്തും ഉന്നതമായ സ്ഥാനത്താക്കിയിരിക്കുന്നു. അതിൻ്റെതായ പ്രൗഢികളൊന്നും നമുക്ക് കാണിപ്പാൻ ഇടയാകാതെ. ഹല്ലേലൂയ. ഞാൻ ഗൾഫിൽ ദൈവ വേലയ്ക്ക് വേണ്ടി തിരിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ 6-7 വർഷം ബഹ്റൈനിലും സൗദിയിലും ഒക്കെ ആയിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ഒരിക്കലും നാട്ടിൽ ചെല്ലുമ്പോൾ ഞാനൊരു ഗൾഫുകാരൻ എന്നുള്ളതായ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അതിൻ്റെതായ യാതൊരു വിധത്തിലുള്ള ഭാവ വ്യത്യാസമോ എന്നിൽ കാണാതെ, എൻ്റെ പ്രവർത്തനത്തിൽ കാണാതെ, എൻ്റെ സംസാര ജീവിതത്തിൽ കാണാതെ ഹല്ലേലൂയ കർത്താവിന് വേണ്ടി നിന്നതുകൊണ്ട് പല നിലകളിലും ദൈവം എന്നെ മാനിക്കുവാൻ ഇടയായിത്തീർന്നു. ഇത് പറഞ്ഞാലും ഈ ശതാധിപന്റെ ഗുണങ്ങൾ എന്തെന്ന് എണ്ണി ഞാൻ പറയുവാൻ തക്ക ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. ആ ഗുണഗണങ്ങൾ ഹല്ലേലൂയ ഇന്ന് തൽക്കാലം നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവേ ഒന്ന് പ്രവർത്തിപഥത്തിലേക്ക് കൊണ്ടുവരുവാൻ എന്നെ സഹായിക്കണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അതിവിദൂരമല്ല. ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. കനാന്യ സ്ത്രീ എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ തന്റെ മകൾക്ക് ഹല്ലേലൂയ ദീനം അതികഠിനമായിരിക്കുന്നു, കർത്താവേ നീ വന്നോളെ സൗഖ്യമാക്കണമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ ആമേൻ പ്രൈസ് ദി ലോർഡ്. അപ്പം ഹല്ലേലൂയ ഞാൻ എൻ്റെ ഹല്ലേലൂയ മക്കൾക്ക് വേണ്ടി കൊടുക്കാനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾക്ക് അന്യജാതിക്കാർക്ക് വേണ്ടി തരുവാനല്ല. അവിടെ എന്താണ് പറഞ്ഞത്? ഹല്ലേലൂയ അപ്പം നുറുക്കുകൾ മേശയിൽ നിന്ന് വീഴുന്നത് മതിയിരിക്കെ. ഹല്ലേലൂയ അവരുടെ വിശ്വാസം അത്ര വലുതായിരുന്നു. ഇന്ന് തൽക്കാലം ആ അപ്പക്കഷ്ണങ്ങൾ ഭക്ഷിപ്പാനുള്ളതായ ഭാഗ്യം കാലാകാലങ്ങളിലായി ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഹല്ലേലൂയ ഈ ശതാധിപനെ പോലെയുള്ള നല്ല ഗുണഗണങ്ങളുള്ളവരായി കർത്താവിന്റെ സന്നിധിയിൽ നിന്ന് മറുപടികളും അനുഗ്രഹങ്ങളും പ്രാപിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് നമുക്ക് എല്ലാവർക്കും ഇടയാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ ഈ വചനം ഇവിടെ ശുശ്രൂഷ അവസാനിപ്പിക്കുന്നു. ദൈവം ഈ വചനങ്ങളാണ് ഓരോരുത്തരെയും